എന്തു പറ്റി? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം പങ്കുവയ്ക്കാൻ എനിക്കറിയില്ലേ? അതിന് വെറും കൈയോടെ വന്നവര് വേണോ? കാര്യം എന്താന്ന് പറ. എന്റെ വീട്ടിൽ നിന്ന് പലഹാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് എന്നെ കൊച്ചാക്കാനല്ലേ അമ്മ അത് പങ്കിടാൻ എന്നോട് പറഞ്ഞത്. എന്തു എന്റെ അമ്മയെ പറ്റി നിനക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഒന്ന് പരിഭവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവരാണ് അവർ. അമ്മ ഇവിടെ എന്ത് നിശ്ചയിക്കുന്നോ അത് നടക്കണം. വേഗം പോയി പലഹാരം പങ്കുവയ്ക്ക്. ഓ വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ അമ്മ പക്ഷപാതം കാണിക്കാണെന്നേ നീയല്ല നിന്റെ തന്ത പറഞ്ഞാൽ ഞാൻ അടിക്കും. അതിന് എന്റെ തന്തയ്ക്ക് പറയുന്നത് എന്തിനാ? നീ എന്റെ അമ്മയെ കുറിച്ച് വേണ്ടാനും പറഞ്ഞിട്ട് ഓ പോയി പലഹാരം പങ്കിട്ടൂടെ. ഓ അല്ല, ഇതിവിടെ വെച്ചോണ്ട് നോക്കി നിൽക്കുവാന്നോ? ഇപ്പൊ കൊടുത്തേക്കാം അമ്മേ. ഉഷമോളെ, വീട്ടിൽ നിൽക്കുമ്പോ ഇത്ര ആഭരണങ്ങൾ എന്തിനാ? ആവശ്യത്തിന് എന്തെങ്കിലും പോരെ? ബാക്കിയുള്ളതെല്ലാം ഒരു രാജന്റെ കൊടുത്തിട്ട് പെട്ടി വെച്ച് പൂട്ടാൻ പറ. ഇന്നാ പെട്ടി വെച്ച് പൂട്ടിയേക്ക്. എന്താ ഉഷേ? ചേട്ടത്തിക്ക് ആഭരണം ഒന്നും ഇല്ലാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? അതിന് എന്റെ ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിൽ വയ്ക്കാൻ പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞു? അമ്മ. നീ വന്നേ. ഇത് തന്നെ ഞാനും പറയാതിരിക്കായിരുന്നു. ഇപ്പൊ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം. വീട്ടിൽ ഇരിക്കുമ്പം ഇത്രയൊക്കെ മതി കേട്ടോ. ലക്ഷ്മി, ലക്ഷ്മി, ഇതാ ഇത് ഇന്ദുവിന് കൊടുത്തേക്ക്. എന്താ ഇത്? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതാ. ഉഷയ്ക്കൊന്നും വാങ്ങിയില്ലേ? അവൾക്ക് വേണ്ടതിലേറെ അവളുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ദുവിനല്ലേ ഒന്നും ഇല്ലാത്തത്. അവൾക്ക് വിഷമം തോന്നരുതല്ലോ. അത് ശരിയാ, ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു. മോളെ, ഇതാ നിനക്കൊന്നും ഇല്ലാത്തോണ്ട് അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നതാ. മോൾ ഇതൊക്കെ എന്നിട്ടെ അമ്മയൊന്ന് കാണട്ടെ. ഏട്ടത്തിക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തതിലൊന്നും എനിക്ക് പരാതിയില്ല. കൂട്ടത്തിൽ ഒരു ചെറിയ കാതിപ്പോയെങ്കിലും ഉഷയ്ക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യായിരുന്നത്? മോനെ, അതിപ്പോ ഉഷ പറഞ്ഞതൊക്കെ നേരാണെന്ന് ഇപ്പൊ തോന്നുന്നമ്മേ. അവൾ എന്ത് പറഞ്ഞു? അവളേക്കാൾ നിങ്ങൾക്ക് താല്പര്യം ചേട്ടത്തിയോടാണെന്ന്. രാജാ, നാശം പിടിച്ച പിശാച്. അയ്യോ, എന്റെ നന്ദിനിക്കുട്ടി. അയ്യോ, ഈ മിണ്ടാപ്രാണിയോട് ഇങ്ങനെ ചെയ്യാമോ? മിണ്ടാപ്രാണിയോ? ആ പിശാച് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ? എന്റെ റോസ മുഴുവൻ നശിപ്പിച്ചു. റോസ ഇനിയും വെച്ച് പിടിപ്പിക്കാമല്ലോ. ഇതിന്റെ കാലിന് എന്ത് ചെയ്യും? കാല് മുറിച്ചേളണം, അല്ലെങ്കിൽ കെട്ടിയിട്ട് വളർത്തണം. ഓ, ദേവലോകത്തു നിന്ന് ഒരു കാമധേനുവിനെ കൊണ്ടുവന്നിരിക്കുന്നു. എവിടെയോ തീറ്റിയില്ലാതെ കിടന്ന പണ്ടാരം. എന്താ എന്താ മക്കളെ ഇത്? ഇത് കണ്ടോ അമ്മേ? എന്റെ റോസാച്ചെടി മുഴുവൻ നശിപ്പിച്ചു ഈ വർഗത്തിട്ട ജന്തു. എന്റെ ക്ലാവിന്റെ കാല് കണ്ടോ അമ്മേ? കെട്ടിയിട്ട് വളർത്തിയില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. കെട്ടിയിരുന്നതാണമ്മേ, അഴിഞ്ഞുപോയി. അതിനെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ റോസും പശുക്കുട്ടിയാണ് വലുത്. സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയും ഇല്ലല്ലേ? റോസ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ടാ ക്രാവിനെ അഴിച്ചു വിട്ടത്. ഇത് കേട്ടോ അമ്മേ, ഞാൻ എങ്ങനെ ചെയ്യോ? മതി മതി, രണ്ടുപേരും ഇനി ഒന്നും പറയണ്ട. ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഇനി മേലിലുണ്ടാവരുത്.
എന്റെ രാധേ, എന്തു പറ്റി? ഗോപേട്ട, ഇനി ഇനി എന്നെ ഓടിക്കരുത്. ചതിച്ചോ ദൈവമേ, എന്റെ ശപഥം പൊളിഞ്ഞല്ലോ. ഛോ. ഏഷ്യാഡിന് പോണ്ടെന്നായിരിക്കും ദൈവനിശ്ചയം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്തിന്? നീ ആദ്യം കയറി പൊട്ടിച്ചപ്പോഴേ ഞാൻ കൂട്ടിക്കെട്ടിയതാ. സമ്മതിച്ചില്ല, നീ പിന്നെയും പൊട്ടിച്ചു. അനുഭവിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? ഈ വയറ്റി കിടക്കുന്ന ശിശു ആണായാലും പെണ്ണായാലും നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് ഒളിമ്പിക്സിനയക്കും. ഏഷ്യാഡ് പോവാൻ പറ. നീ വാ. അയ്യോ, ഇനി ഓടരുത്, പതുക്കെ. നാടിന്റെ ഐശ്വര്യം ഇരിക്കുന്നത് അവിടെ വന്നു കയറുന്ന പെൺകുട്ടികളുടെ കയ്യില. അവര് തമ്മിൽ വഴക്കു തുടങ്ങിയാൽ ഭർത്താക്കന്മാരും അതിന്റെ കൂട്ടത്തിൽ കൂടും. അതോടെ ബന്ധങ്ങളൊക്കെ മറക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നും സ്നേഹത്തിൽ കഴിയണം. അല്ല, ഇതെപ്പോ വന്നു? വന്ന വഴി നേരെ അടുക്കളയിലേക്ക് തന്നെ പോന്നു. ആഹാ, എന്നാ ഇങ്ങോട്ടിരുന്നാട്ടെ. അവിടെ ഇന്ന് പാൽപായസം വെച്ചു. അല്ല, അവിടെ എന്നും അത് പതിവാ. കറവക്കാര് കറന്നുകൊണ്ടുവന്ന് കൂട്ടുകല്ലേ പാല്. ചിലപ്പോ പാൽപായസം വെക്കും, ചിലപ്പോ ഐസ്ക്രീം ഉണ്ടാക്കി പറമ്പിലെ പണിക്കാർക്ക് കൊടുക്കും. ഞങ്ങള് തിന്നത്തില്ല. അതുങ്ങ കൊണ്ടോ ഐസ്ക്രീം തിന്ന് ശീലമിരിക്കുന്നു. ദേ തുടങ്ങും വയറ്റിളക്കം. ഇപ്പൊ എന്ത് പറ്റി? പറമ്പിലെ പണിക്ക് വരാൻ മടിയാ. ഐസ്ക്രീം തിന്നേണ്ടി വന്നെങ്കിലോന്ന് പേടി. അല്ല, നിന്റെ ദേഹത്ത് കിടന്ന പൊന്നൊക്കെ എവിടെ?